മഞ്ചേശ്വരം ഹൊസങ്കടി ആനക്കൽ റോഡിൽ ഭീഷണിയായി വശങ്ങളിലെ കൂറ്റൻ മരങ്ങൾ ഉടൻ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാറ്റും മഴയും തുടരുന്ന സാഹചര്യത്തിൽ ഇവ വലിയ അപകടത്തിന് ഇടയാക്കുമെന്ന് ആശങ്കപ്പെടുകയാണ് നാട്ടുകാരും ഒപ്പം യാത്രക്കാരും. ദിസ് ന്യൂസ് സ്പോൺസർഡ് ബൈ Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. പൊതുമരാമത്ത് പാതയിലെ കടമ്പാറ വളവ് ഗാന്ധിനഗർ മുതൽ മൊറത്തള ജംഗ്ഷൻ വരെയുള്ള പ്രദേശങ്ങളിലാണ് ഉണങ്ങിയ മരങ്ങളും ഭാരമേറിയ ശാഖകളുമെല്ലാം റോഡിലേക്ക് ചാഞ്ഞു കിടക്കുന്നത്. ഇതിനോട് ചേർന്ന് ഹൈടെൻഷൻ വൈദ്യുതി ലൈനും കടന്നു പോകുന്നുണ്ട്. ഇതിനു മുകളിലൂടെയാണ് ഗാന്ധിനഗർ ഭാഗത്ത് ഏതു നിമിഷവും പൊട്ടുവീഴാൻ പാകത്തിൽ വൃക്ഷങ്ങൾ വേരിളകിയും ദ്രവിച്ചുമെല്ലാം നിൽക്കുന്നത്. അടിയന്തര പരിഗണന നൽകി എത്രയും വേഗത്തിൽ ഇവ മുറിച്ചു മാറ്റിയില്ലെങ്കിൽ കാറ്റും മഴയും തുടർന്നു വരുന്ന സാഹചര്യത്തിൽ വലിയ അപകടത്തിന് ഇവ ഇടയാക്കുമെന്നാണ് നാട്ടുകാരും അതുപോലെ തന്നെ ഇതുവഴി കടന്നുപോകുന്ന യാത്രക്കാരും ആശങ്കപ്പെടുന്നത്. നൂറുകണക്കിന് വിദ്യാർത്ഥികൾ സ്ഥിരമായി കടന്നുപോകുന്ന വഴിയിലാണ് ഇങ്ങനെ അപകട ഭീഷണി പതിയിരിക്കുന്നത്. ഇക്കാര്യം പ്രദേശവാസികൾ പലതവണയായി അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നെങ്കിലും ഇതുവരെയായി ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. കയറ്റവും വളവുമെല്ലാം നിറഞ്ഞ പാതയിൽ പലയിടങ്ങളിലായി അപകടങ്ങളെ മാടി വിളിക്കുന്ന മരങ്ങൾ പരിസരവാസികളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. ഒന്നും രണ്ടുമല്ല, അനവധി മരങ്ങളാണ് ഈ ഒരവസ്ഥയിലുള്ളത്. കഴിഞ്ഞ വർഷം ഏതാണ്ട് ഇതേ സമയത്ത് മൊറത്തളയ്ക്ക് സമീപം കൂറ്റൻ അക്കേഷ്യ മരം കടപുഴകി സോളാർ പ്ലാന്റിൽ നിന്നുള്ള വൈദ്യുതി ലൈനിലേക്കും ഹൈടെൻഷൻ ലൈനിലേക്കും പതിച്ച് ഈ മേഖലയിലെ വൈദ്യുതി വിതരണം താറുമാറായിരുന്നു. തലനാരിഴക്കാണ് അന്ന് വാഹനങ്ങൾ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുരന്തങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പായി തന്നെ പൊട്ടിയും മറിഞ്ഞും വീഴാൻ പാകത്തിലുള്ള മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി റോഡ് സുരക്ഷ ഉറപ്പുവരുത്തേണ്ടതുണ്ടെന്നാണ് പൊതുവിൽ ഉയരുന്ന അഭിപ്രായം. മഴക്കാലത്തിന് മുന്നോടിയായി 2 തവണ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മീറ്റിംഗ് പഞ്ചായത്തിൽ വിളിച്ചു ചേർത്തു. മെയിൽ മുഖേനയും ഫോൺ മുഖേനയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഇങ്ങോട്ട് വിളിച്ചു. പോലീസ്, ഫയർ, ഫോറസ്റ്റ്, PWD, KCB, വാട്ടർ അതോറിറ്റി, വില്ലേജ് ഓഫീസർ തുടങ്ങിയ എല്ലാവരെയും ക്ഷണിച്ചു. പക്ഷേ 2 യോഗത്തിലും PWD മഞ്ചേശ്വരം സെക്ഷനിലെ AEO അല്ലെങ്കിൽ അവരെ ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥനോ ഹാജരായില്ല. പകരം അവർ കോൺട്രാക്ടർമാരെ വണ്ടിയിൽ കറങ്ങുന്നത് ഒരുപാട് തവണ കണ്ടിട്ടുണ്ട്. ഈ ദുരന്ത നിവാരണത്തിൻ്റെ അത്യാവശ്യമുള്ളവരെയും യോഗത്തിന് അവർ പങ്കെടുക്കാറില്ല. അവർ ആര് വിളിച്ചാലും പറയുന്നത് ഞങ്ങൾ പഞ്ചായത്തിന് NOC കൊടുത്തിട്ടുണ്ട് മരം മുറിക്കാനെന്ന്. മരം മുറിക്കാൻ NOC ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ഒരു യോഗം ചേർന്നിട്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ സമക്ഷമം മരങ്ങളെ ഐഡൻറ്റിഫൈ ചെയ്യണം. ആദ്യം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതാണ് അവർ ഞങ്ങൾക്ക് പെർമിഷൻ തരേണ്ടത്, NOC തരേണ്ടത്. അത് ഇതുവരെ ചെയ്തിട്ടില്ല. ഇവർക്ക് റണ്ണിങ് കോൺട്രാക്റ്റ് ഉണ്ട്. ഈ റണ്ണിങ് കോൺട്രാക്ടർ ഈ മെയിൻ്റെനൻസിന് വേണ്ടിയിട്ട് അവരും ഒന്നും ചെയ്യുന്നില്ല. അവരെ കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കുന്നില്ല. ഇവർ ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുമില്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു ഏർപ്പാടിലാണ് ഈ മഞ്ചേശ്വരം PWD സെക്ഷനുള്ളത്. അതേസമയം മരങ്ങൾ മുറിച്ചു മാറ്റാനായി 3 തവണ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അഗ്നിരക്ഷാസേനയുടെയും KSCBയുടെയും പൊതുമരാമത്തിന്റെയും യോഗം വിളിച്ചതായും അറിയുന്നു. പൊതുമരാമത്ത് വകുപ്പാണ് മരങ്ങൾ മുറിച്ചു മാറ്റേണ്ടത്. മാത്രമല്ല ഇക്കാര്യത്തിൽ പഞ്ചായത്തിന് അധികാരവുമില്ല. എന്നാൽ പൊതുമരാമത്ത് വിഭാഗം ഉദ്യോഗസ്ഥർ ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നില്ലത്രേ. ഇതാണ് മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് തടസ്സമായതെന്നും പറയുന്നു. എന്നാൽ പരസ്പരം ഇങ്ങനെ പഴിഞ്ഞാറിയ അധികാരികൾ കൈയൊഴിയുമ്പോഴും വലിയൊരു അപകടമാണ് പതിയിരിക്കുന്നതെന്ന കാര്യം ഇവരാരും മറന്നു പോകരുതെന്നാണ് ഈ നാട്ടുകാർ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.